അപ്പോൾ നമ്മളിതൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തണുത്തതോ ഐസോ ഒന്നും ഇടണ്ട. ഇതൊരു മെഡിസിൻ പോലെ കഴിക്കണതാണ്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വയറ് കുറയാനും പീരിയഡ്സ് കറക്റ്റ് ആവാനും ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ നല്ല ക്ലെൻസായിട്ട് സ്കിൻ ഗ്ലോ ആകുന്നതിനൊക്കെ രാവിലെ കഴിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എപ്പോഴും നമ്മൾ മെഡിസിനായിട്ട് ഈ കുഞ്ഞു മുന്തിരികൾ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ സീഡ്ലെസ് മുന്തിരിയൊന്നും നമുക്ക് കൊള്ളില്ല. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവും തൊലിയെല്ലാം കൂടെ അരിഞ്ഞിട്ട് വേണം കുടിക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇതിൽ ഐസോ ഉപ്പോ മധുരം ഒന്നും ചേർക്കരുത്. ഫ്രഷ് ജ്യൂസ് തന്നെ അടിച്ച് കുടിക്കുക. ചൂടുവെള്ളത്തിലാണ് രാവിലെ വേണം കഴിക്കാൻ. അവസ്ഥയ്ക്കും നമ്മൾ ഓരോ രീതിയിലാണ് കഴിക്കേണ്ടത്. ബ്ലഡ് ഇല്ലാത്തവർക്ക് ആഴ്ചയിൽ 3-4 ദിവസം രാവിലെ കഴിക്കാം. പീരിയഡ്സിനാണെങ്കിൽ 2 നേരം നമ്മൾ കഴിക്കണം. സ്റ്റൊമക്ക് കുറയാനാണെങ്കിൽ ഒരു ഡൈജഷൻ അനുസരിച്ച് രാവിലെയും വൈകിട്ടും കഴിക്കാം. 2 ദിവസം കൊണ്ട് തന്നെ ഡൈജഷൻ ശരിയാകുമ്പോൾ നമ്മുടെ ദേഹത്തെ ബോഡി പെയിനൊക്കെ മാറാനും നീര് കുറയാനും വയറ് പോയി ഒതുങ്ങാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഡൈജഷൻ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഫീലിംഗ് ഉണ്ടാവുന്നതും വയറൊക്കെ പുറത്തോട്ട് ഉണ്ടി നിൽക്കുന്നതും. അപ്പോൾ ആ ഒരു എഫക്റ്റ് മാറാൻ ഈ ജ്യൂസ് വളരെ നല്ലതാണ്. ഫ്രഷ് ജ്യൂസിനായിട്ടുള്ളതാണ്. അപ്പം മുന്തിരിങ്ങ എടുത്തു, ഉപ്പിടുക, അതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ പ്രാണിയും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അകത്ത് ഇടയ്ക്കിരിക്കുന്നതൊക്കെ പോകുള്ളൂ. എന്നിട്ട് നമ്മളിതിൻ്റെ അടർത്തി എടുക്കുക. അപ്പോൾ എപ്പോഴും പീരിയഡ്സ് ആകാൻ പാടുള്ളവർ അടുക്കാറായി കഴിയുമ്പം കുരുവുള്ള മുന്തിരി എടുക്കണം. സീഡ്ലെസ് ഒരിക്കലും കൊള്ളില്ല. ഇത് ജ്യൂസ് മുന്തിരിയോ അല്ല നമ്മുടെ പണ്ടത്തെ മുന്തിരിയോ എന്താണെന്ന് ഇങ്ങനെ നമ്മളതിൻ്റെ ഇത് മാറ്റിയെടുക്കണം. എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഫ്രഷ് ജ്യൂസായിട്ട് അടിച്ചു കുടിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ കുരുവുള്ള മുന്തിരിയാണ് നമുക്ക് വൈറ്റമിൻസ് ഉള്ളതും കാര്യങ്ങളും എല്ലാത്തിനും നല്ലത്. അപ്പം ശരീരത്തിൻ്റെ ആ ഒരു കറക്റ്റാകാൻ വേണ്ടി ഇതൊരു 3 ദിവസം, ഇത് നിങ്ങളൊരു 2 ദിവസം അടിച്ചു കുടിച്ചാൽ മതി. ഇന്ന് തന്നെ നമുക്ക് വേണ്ടതിൻ്റെ തലേദിവസം ഒരു 3 പ്രാവശ്യം കുടിക്കാം, അല്ല രാവിലെയും വൈകിട്ടും കുടിക്കാം. ഇനി നമുക്കിതിൻ്റെ കുരുവെല്ലാം കൂടി അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിതൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തണുത്തതോ ഐസോ ഒന്നും ഇടണ്ട. ഇതൊരു മെഡിസിൻ പോലെ കഴിക്കണതാണ്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഇതിൽ മധുരമൊന്നും ചേർക്കരുത്, ഐസ് ചേർക്കരുത്. അത് ഒറിജിനലായിട്ടുള്ള സംഭവമായിട്ട് തന്നെ കുടിക്കണം. നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒഴിച്ചോട്ടെ ഫ്രീ. അപ്പം നമ്മൾ ഇങ്ങനെ കുറുകിയ തന്നെ എടുക്കുക, കുടിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് പീരിയഡ്സ് ആകാൻ പാടുള്ളവർക്കും ബ്ലഡ് കുറവുള്ളവർക്കും രാവിലെ ഒന്നും കഴിക്കുന്നതിന് മുമ്പ് ഈ മുന്തിരി ജ്യൂസ് കഴിക്കുക. വളരെ എഫക്റ്റീവാണ്. കുരുവുള്ള മുന്തിരി വേണം നിങ്ങളിതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. ഇന്ന് പെട്ടെന്ന് പീരിയഡ്സ് ആവാനായിട്ട് ദിവസം 2 നേരം ഒരു 2 ദിവസം കഴിക്കേണ്ട. ചിലപ്പോൾ ഒറ്റ ദിവസം തന്നെ കഴിച്ചാൽ പിറ്റേ ദിവസം പീരിയഡ് ആവും. അതുപോലെ എഫക്റ്റീവാണ് ഈ മുന്തിരി ജ്യൂസ്. ഫ്രഷ് ജ്യൂസിനായിട്ടുള്ളതാണ്. അപ്പം മുന്തിരിങ്ങ എടുത്തു, ഉപ്പിടുക, അതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ പ്രാണിയും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അകത്ത് ഇടയ്ക്കിരിക്കുന്നതൊക്കെ പോകുള്ളൂ. എന്നിട്ട് നമ്മളിതിൻ്റെ അടർത്തി എടുക്കുക. അപ്പോൾ എപ്പോഴും പീരിയഡ്സ് ആകാൻ പാടുള്ളവർ അടുക്കാറായി കഴിയുമ്പം കുരുവുള്ള മുന്തിരി എടുക്കണം. സീഡ്ലെസ് ഒരിക്കലും കൊള്ളില്ല. ഇത് ജ്യൂസ് മുന്തിരിയോ അല്ല നമ്മുടെ പണ്ടത്തെ മുന്തിരിയോ എന്താണെന്ന് ഇങ്ങനെ നമ്മളതിൻ്റെ ഇത് മാറ്റിയെടുക്കണം. എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഫ്രഷ് ജ്യൂസായിട്ട് അടിച്ചു കുടിക്കുന്നതാണ്.